welcome back. It's me Isha and Fia and you're watching Two Little Bees. So ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണ് ഫിയ? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ ഹജ്ജിന് പോകണുണ്ട് 19. അപ്പോൾ ഇന്ന് 15 ഡേറ്റ്. അപ്പോൾ 16 തീയതി ഞങ്ങളുടെ ഫാമിലിയിലും പിന്നെ അപ്പുറത്തുള്ള ആൾക്കാരെയൊക്കെ ഫുഡ് കൊടുത്ത സൽക്കരി എന്താ പറയുന്നത്, ഒരു ചെറിയൊരു പരിപാടി പോലെ. ഭയങ്കര പരിപാടി ഒന്നല്ല. അപ്പൊ അങ്ങനത്തെ ഒരു അതിന്റെ പേര് എൻ്റെ ഉമ്മ ഹജ്ജിനോ ആ ഒരു വീഡിയോ. അതെ, ആ വീഡിയോ ആണ്. അപ്പൊ മൂത്തുമ്മ ഒറ്റക്കല്ല പോണം, മൂത്തുമ്മയുടെ ഉമ്മയും പാപ്പയും അല്ല ഉമ്മയും പാപ്പയുണ്ട്. എൻ്റെ ഉമ്മ പറയല്ല അതന്നെ എൻ്റെ ഉമ്മയുടെ ഉമ്മയും ഉമ്മയുടെ പാപ്പയും കൂടി അവരാ 3 പേരും കൂടിയാണ് ഹജ്ജിന് പോണത്. അപ്പോൾ ചെയറൊക്കെ ഇവിടെ എത്തി കേട്ടോ. അപ്പൊ ഗൈസ് ഇവിടെ കസേരയൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് നാളത്തേക്ക് വേണ്ടിയിട്ട്. ഏഴ് ടേബിളാണ് കേട്ടോ. എത്രയുണ്ടെന്ന് എന്നിട്ട് പറയാം. സോ ഗൈസ് ഞാനിത് എണ്ണാൻ പോണേണ് കേട്ടോ. 6, 27, 28, 29, 30 ഉണ്ട്. ടേബിള് 7 എണ്ണമാണെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. 3, 7. ഗൈസ് നമ്മള് പ്രകൃതി ഭംഗി ആസ്വദിക്കുക. ഇതാണ് ഞങ്ങൾക്ക് ഓക്സിജൻ എന്ന സാധനം. നോക്ക്, ഇത് രസം നോക്കി. കാട് മാതിരിയല്ലേ. നാളെ ഇവിടെ നല്ല പരിപാടിയൊക്കെയാണ് ഇവിടെ ഫുള്ള്. എന്ന് വെച്ചാൽ കല്യാണം പോലെ ഒന്നല്ല, ചെറുതായിട്ട് ഫുഡ് കൊടുക്കണ പരിപാടിയൊക്കെ. നോക്കി ക്ലൈമറ്റ് നോക്കി. ഇത്രയും ദിവസം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത്. ഇനിയിപ്പോൾ വരും. ഇത്രയും ദിവസം മഴ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും പരിപാടി വെക്കുമ്പോൾ അപ്പം മഴ പെയ്ത് ഫുള്ള് പോകണം. ഇല്ല ഒരു ബുദ്ധിമുട്ടല്ല ലേശം. അതേ ഉള്ളൂ ഗൈസ്. ഇപ്പം മഴയെന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മുടെ ക്ലൈമറ്റ്. ഇപ്പം നോക്കി, മേഘമൊക്കെ ഭയങ്കരമായിട്ട് ഫോണിൽ കാണാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് ഇവിടെ ഒരാൾ കുടിത്തക്കേട് കാണിച്ചില്ല. അവിടുന്ന് ഇതല്ല അത് ഇവിടുന്ന് ഇപ്പം മലന്നടിച്ച് വീണ താഴെ കിടക്കും. ഞങ്ങൾ മൈൻഡ് ചെയ്യൂല. ചമ്മി ഇതാണ് കൈസറേന്റെ ചമ്മിയ ചിരി. ഇതല്ല, ഇത് വേറെ ഉണ്ട്. അത് നമ്മൾ എപ്പോഴെങ്കിലും കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ നീ കുളിച്ചിട്ടില്ല. മണക്കണം. നീ പറയണ്ട. നീ എന്തിനാന്നറിയ കുളിക്കാതിരിക്കണ? നീയാക്ക് ഇന്ന് പനിയാണ്, പിന്നെ ഉണ്ട പനിയാട്ടോ കൊച്ചിന്. ശരിക്കും പനിയാ. ഇങ്ങോട്ടാ, ഇവിടെ വിളിച്ചില്ല. ആണ്, പനിയാണ്. ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ എന്നിട്ട് ജോലിക്ക് പോയേക്കണ. ഉമ്മാനെ ജോലിന്ന് വിളിച്ചു വരുത്തി. ഉമ്മ ഇവിടെ ഒന്നും തൊട്ടേക്കും പനിയൊന്നുമില്ല. അതിന് ഉമ്മാക്ക് ജോലി നടത്താൻ ദൂരുന്നില്ല. ഇതാണ് വീട്, ഇനി ഇതാണ് ഉമ്മയുടെ ഓഫീസ്. അപ്പൊ ഇനി നമുക്ക് വീഡിയോ എടുക്കുന്ന ഈ ഫോണിലാണെങ്കിലും നമ്മ അപ്ലോഡ് ചെയ്യുന്ന മൂത്തുമ്മയുടെ ഫോണിലാണ്. ആ ഫോണും കൊണ്ട് മൂത്തുമ്മ പോകും. അപ്പൊ നമുക്ക് 1 month കഴിഞ്ഞിട്ടായിരിക്കും ഇടാൻ പറ്റും. അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇടാൻ പറ്റും. നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് മൂത്തുമ്മ പോണ 19th ഈ പരിപാടി നടക്കണം എന്ന് പറയുമ്പോൾ നാളെ 16th ആണ്. 16th. അപ്പൊ നമ്മ ഒരു 18th നമുക്ക് 17th പോസ്റ്റ് ചെയ്യാം. എല്ലാവർക്കും ട്രാൻസിഷൻ വീഡിയോ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു, ഫാമിലി ഫ്രണ്ട്സ് പറഞ്ഞു, നെയ്ബേഴ്സ് പറഞ്ഞു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്. നമ്മ ഇനിയും ട്രാൻസിഷൻ ഇടുന്നതായിരിക്കും. ഇനിയും കൂടുതൽ ട്രാൻസിഷനും ഷോർട്സിനെയും നമുക്ക് കൂടുതൽ ഇടാൻ പോണേ. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ ഇപ്പൊ നമ്മുടെ ഒരു ഇത്. നമ്മ ഇന്നൊരു ഷോർട്സ് ഇടുന്നതായിരിക്കും. ഇന്ന് മീൻസ്
ഈ വീഡിയോ എടുക്കണം എന്ന് പറയുമ്പോൾ 15th ഒരു ഷോർട്ട്സ് ഇടുന്നതായിരിക്കും അന്നത്തെ മിനി വ്ളോഗ്സ് ഒക്കെ. അത് നമ്മ ഇടാനായിരിക്കും. ഞാൻ ഓർത്തും ട്രാൻസിഷൻ നമുക്ക് ഇടാം, പക്ഷെ ആഫ്റ്റർ 1 month ഉള്ളിൽ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പൊ എടുത്തത് എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല പാടായിരുന്നു. അത്യാവശ്യം പാടായിരുന്നു. 1 മണിക്കൂർ അത്രേ എടുത്തുള്ളൂ. ലോങ് വീഡിയോ അതിനെക്കാട്ടും ഒരു 2 ദിവസമൊക്കെ എടുത്ത്. ഐ മീൻസ് നമ്മളുണ്ടല്ലോ എന്താണ് Q&A എഡിറ്റ് ചെയ്ത് അത് എന്തോരം നേരം എടുത്തെന്നറിയോ. അതിന്റെ ഇടക്കുള്ള കോമഡിയുടെ അത് ഇതൊക്കെ കേറ്റാൻ വേണ്ടി കുറെ എടുത്ത്. എനിക്ക് 1 വീക്ക് എന്തോ എടുത്തു. നമ്മ എടുത്തു വെച്ച് അന്ന് പറഞ്ഞില്ലായിരുന്നോ, നമ്മ ഒരു വീഡിയോയിൽ പറഞ്ഞില്ല Q&A ഇടുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കണ്ട് എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് അത്രയും ലാഗ് വന്ന് നമ്മ അപ്ലോഡ് ചെയ്യാനായിട്ടും നെറ്റ് വേണം. നെറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ബട്ട് നൗ ഐ തിങ്ക് അപ്പം ചെയ്യുന്നത്. അപ്പൊ നമ്മ ഈ വീഡിയോ ഇടുന്നതായിരിക്കും നമ്മ ഒരു 17th നമുക്ക് പോസ്റ്റ്. ഗൈസ് ഞാൻ പിന്നെ ഒരു കാര്യം പറയാം. നമ്മുടെ ഈ വീടിന്റെ ഹോം ടൂർ വേണോ നിങ്ങൾക്ക്, അതോ പുതുക്കിയിട്ട് വേണോ? അല്ലല്ല, അതോ നമ്മുടെ ഉപ്പാപ്പാന്ന് പറയുമ്പോ ഉപ്പാട വീടിന്റെ ഹോം ടൂർ വേണോന്ന് അന്ന് പറയുമ്പോ അത് പുതുക്കിയ വീട്. അതായത് എന്റെ ഉപ്പാട തറവാട് അല്ല, അത് ഇതാണ് തറവാട തന്നെ ഉപ്പാപ്പാടെ വീടെന്ന് പറയുമ്പോ. എന്നൊക്കെ അപ്പൊ അങ്ങോട്ട് പോവാം. ദൂരമൊന്നുമില്ല. ഉള്ളിലൊരു മരത്തിന്റെ ഇതായിട്ടാണ്. ഇതിന്റെ വേണം ഹോം ടൂർ. നിങ്ങൾ പറയും ഫസ്റ്റ് ചെയ്ത് വേണം എന്ന് പറ. പിന്നെ ഞങ്ങളുടെ ഉപ്പാപ്പാട തറവാടുണ്ട് കേട്ടോ. അതിപ്പോ ഹലോ ഗൈസ്, ഹായ് പറയൂ. ഞങ്ങൾ ഈ വീടിന്റെ ഹോം ടൂർ ചെയ്യാൻ പോവാ. നാളെ തന്നെയാണ്. അത് ഇവര് പറയട്ടെ. ഇവരോട് ഈ വീടിന്റെ ഇത് വേണോ ഹോം ടൂർ അവര് പറയട്ടെ. ഞങ്ങളുടെ ഉപ്പാപ്പയുടെ തറവാട് ഏതാന്നറിയോ? കേട്ടിഷിന്റെ സാലിക്കൊച്ചാറ വീട്. പിന്നെ അതാ തറവാട്. അതേപോലെ പുതുക്കി നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വീടാ. അതിന്റെ ഹോം ടൂർ ഒന്നും എടുക്കാൻ പറ്റൂല. നമ്മുടെ വീട് നിങ്ങൾക്ക് കാണിച്ചില്ല. ഇതിപ്പോ ഫുള്ള് ചെടിയാണ്. പിന്നെ നമ്മുടെ ഈ റോഡിന്റെ ഓരോ പണിയൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ കൊണ്ട് കുറെ ഇതൊക്കെ ഇട്ട് അപ്പോഴത്തേക്ക് അതിന്റെ മതിലൊക്കെ പോയി. വണ്ടി അടിച്ച് അപ്പുറത്തെ കട വരെ ഒന്ന് പോവാൻ പോകുന്നു. ഈശ്വരണ്ടാ ഞങ്ങൾ അപ്പുറത്തെ കട വരെ പോണത്. കുട്ടികളാണ് എപ്പോഴും വിചാരം. നോക്ക് വണ്ടി താക്കോല് ഉള്ളിലൊക്കെ ഇട്ടിട്ട് ഹെൽമെറ്റില്ല. പോലീസ് എനിക്കല്ല, തനിക്കാണ് ഹെൽമെറ്റ് ഇല്ലാത്ത. അയ്യോ പോലീസ് ഒന്നൊന്ന് പുറത്തൊന്നും പുറകിന്നൊന്നും ഉന്തിത്താൻ. ഈ വണ്ടി ഈശ കയറിട്ട് നീങ്ങണില്ല. വണ്ടി പോണണ്ടേ. അയ്യോ ലൈസൻസ് ഇല്ല. ഞങ്ങ ഇത് ഇലക്ട്രിക് ആണ്. സോ ഞങ്ങൾ ലൈസൻസ് വേണ്ട. റിവേഴ്സ് എടുത്ത് നമ്മൾ സ്റ്റാൻഡിൽ കൊണ്ടുപോകാം. ഈ കൊച്ചിന് ഒട്ടും ഗൈസ് ഈ വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത്. ആ വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത്. ആ വണ്ടിക്ക് ഉണ്ടല്ലോ ഭയങ്കര വെയിറ്റ്. ഇതിനെക്കാളും അത് മാത്രമേ പറ്റുള്ളൂ. ഇത് ഇലക്ട്രിക് ആണല്ലോ. അല്ലല്ലോ ആരൊക്കെ പറഞ്ഞു അടുത്ത്
ആണല്ല പെണ്ണ്, ഞങ്ങളൊക്കെ പെണ്ണുങ്ങളാണ് ഗൈസ്. നമുക്ക് നമ്മുടെ വീട്ടിലാകെ ഒരു ആൺതരിയുള്ളൂ. അതാരാണ്? ഞങ്ങൾ 6 പെണ്ണുങ്ങൾ. 5 അല്ലേ? മറിയോ 6 5ആട്ടോ. നിങ്ങൾ 3 പേര്, ഞാന് മറിയാം 5. 5. ഞാൻ റേനം കൂടെ അപ്പൊ 5 പെങ്ങൾക്ക് ഒരേ ഒരു ആങ്ങള. അതാണ് ഞാനതിന് തപ്പിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കിട്ടുന്നുണ്ട് അങ്ങനത്തെ ഒരു വേറെ ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്. വി ആർ enjoying means you know. ഇങ്ങോട്ട് വാ. ഇതൊക്കെയാണ് ഞങ്ങളുടെ തനി സ്വഭാവം ഗൈസ്. അയ്യോ എന്റെ കാശ ഉള്ളിലാണല്ലോ. എന്റെ ആകെ 1 രൂപയുള്ളൂ. മതിയോ ഗൈസ്? ഇതാണ് എന്റെ ഉമ്മ. ഇതാണ് ഹജ്ജിന് പോകാൻ പോണത്. നമ്മളിത് സെർവ് ചെയ്യാൻ നോക്കി ഇങ്ങനെ ഫിയ ഷോള് പിച്ചിട്ട് കൊണ്ടിക്ക് ഇങ്ങോട്ട്. നമ്മുടെ ക്യാമറമാൻ, ക്യാമറ ഗേള്, അതെ വുമൺ എന്നൊക്കെ പറയണത് കല്യാണം കഴിഞ്ഞ നമുക്ക് ലേഡി തരാം. അതപ്പോ 2 കൊച്ചുങ്ങളുണ്ട് നമ്മള്. പിന്നെ ചുമ്മാ കേട്ടോ നമുക്ക് എങ്ങനെ വേണേലും പറയാം. എങ്ങനെയുണ്ട്? കൊള്ളാവാ? ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. പൊടി കൈ മാറ്റ. ഹജ്ജിനോളോ കുട്ടിക്ക് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ പ്ലേറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത്രയും പ്ലേറ്റ് മേടിച്ചിട്ടുണ്ട് നമ്മൾ. ഗ്ലാസ് 3 ഇത്രയും മേടിച്ച് 3 ഇത്രയും ഇതായിട്ട് മേടിച്ചിട്ടുണ്ട്. ഡസനല്ലല്ലോ, ഡസൻ 12 എണ്ണത്തിനല്ല പറയാം. പിന്നെ പേപ്പർ മേടിച്ചിട്ടുണ്ട് ടേബിളിൽ വിരിക്കാനായിട്ടുള്ള. റയാനും ഉപ്പയും കൂടെ പോയി മേടിച്ചു. ഗൈസ് നമ്മൾ യൂണോ കളിക്കുകയാണ്. ഗൈസ് വാഷ് ബേസും വന്നു കേട്ടോ. ഗൈസ് വാഷ് ബേസിനൊക്കെ വന്നു. രാവിലെയാണ് വന്നത്. ഗൈസ് നമ്മളിവിടെ ടേബിളൊക്കെ ഇട്ടു. പിന്നെ ഇതിനെ മുടക്കോട്ട് ഷീറ്റും കസാരയൊക്കെ വെക്കാനുണ്ട്. ഗൈസ് ഇവിടെ ഇതൊക്കെ വിരിച്ചോണ്ട് വെക്കാനാണ് ഫുഡിന് വേണ്ടിയിട്ട്. വിരിച്ചതിന് അപ്പം എല്ലാവരും എത്തി തുടങ്ങി. അവിടെ വിളമ്പ് റേനൊക്കെ അവിടെ വിളമ്പ് ഞങ്ങൾ കാണിച്ചു താഴെ പോയിട്ട്. എല്ലാവരും ഫുഡ് കഴിച്ചോണ്ടിരിക്കണാണ് ഗൈസ്. അതെ അതെ. അപ്പൊ ഗൈസ് ദിലീമ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മ പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ ദിലീമ കണ്ടത്. അപ്പൊ ഞങ്ങൾ അപ്പോൾ തന്നെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. പിന്നെ ആരിഫും വന്നായിരുന്നു. ഞങ്ങൾ ദിലീമയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് ആരിഫ് വന്നു.
മണിക്കൂർ എന്നൊരു വീഡിയോ എന്ന് പറഞ്ഞ് നമ്മളെല്ലാം ഇവിടെ വെറുതെ 1 മണിക്കൂറോളം ഇവിടെ ഇരുന്നു. ഞങ്ങൾ മോളിലായിരുന്നു, ഞങ്ങൾ കണ്ടില്ല. അപ്പൊ ഞങ്ങൾ ഡെലിവറി കാണിച്ചു. അതെ ഗൈസ്, നമ്മൾ കൈ കഴുകാൻ പോവാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. വെള്ളത്തിന് ക്ഷാമം. നമ്മളെല്ലാരും വഴക്ക് പറയാണ്. കാരണം നമ്മ മോളിൽ ഇങ്ങനെ വെറുതെ ഇരിക്കണായിരുന്നു. നമ്മ യൂണോക്കാട കഴിച്ചിരിക്കണായിരുന്നു. അപ്പൊ എല്ലാരും നമ്മ കഴിച്ചു. എനിക്ക് തോന്നുന്നു ഫുഡ് തീരാറായിട്ടുണ്ടാവും. ഇത് മൂടോ? എനിക്ക് കൈയില്ല, ഞാൻ വാഷ് ചെയ്ത കൈ. ഇതാണ് കൈസ് അനുക്കാക്ക. ഇവിടെ ബേക്കറി പോയാലും കിട്ടുമല്ലോ. വേണ്ടെന്ന് ഓക്കെ ബിരിയാണി. അപ്പൊ നമ്മ അയച്ചോളാം. എന്ത് ഓക്കെ ആയിട്ട് ഓക്കെ ബിരിയാണി. ഗൈസ്, നമ്മൾ നടക്കാൻ ഇറങ്ങിയതാണ്. ഫ്രണ്ടില് അവിടെ ഉണ്ട്, പിന്നെ ഇവിടെ പുറകില് വരുന്നുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ കുത്തിയോട് പാലം. നമ്മളൊരു കടയിൽ കയറിട്ടോ, നമ്മളൊരു കടയിൽ കയറി എല്ലാരും പോകുന്നു. ഗൈസ്, ഇവിടുത്തെ കസിൻസ് വൈബ് ഓൺ. രാത്രി പാതിരാത്രി കിടന്ന് ഓടണം അവർക്ക്. അപ്പൊ നമ്മ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നേട്ടാ. അപ്പൊ നമുക്ക് 2 റോഷും പാവച്ചയും നമുക്ക് ആ ഒരു ഇത് ഉണ്ടാക്കി തന്നെ. ഏത് അയിനു. അപ്പൊ നമ്മ 2 വണ്ടിയിലാട്ട് വന്ന്. 2 വണ്ടിയില് പിള്ളേര്, 1 വണ്ടിയില് പാരന്റ്സ്. നമ്മ പിള്ളേര് 1 2 3 4 5 + 2 7 + 2 9. പിന്നെ ഈ വണ്ടിയിൽ 9 പിള്ളേര് അല്ലേ? 10. ഈ വണ്ടിയിൽ ഫുള്ള് 10 പേര്. നമ്മുടെ ആ വണ്ടി നമ്മുടെയാണ്. അപ്പൊ ഗൈസ്, നമ്മൾ രുചി ബേക്കറിയിലാണ് നിർത്തിയിരിക്കുന്നത്, സുറവൂര്. ലൊക്കേഷനിൽ അവർക്ക് അഡ്വർടൈസ്മെന്റും കൂടെ ചെയ്ത് കൊടുക്കും. അപ്പൊ ഞങ്ങൾ ഐസ്ക്രീം കിട്ടുമ്പോ കാണിച്ചിടാം. അപ്പളും മടിയാ, അപ്പളും അങ്ങനല്ല. 1 മിനിറ്റ്. ആ, അടിച്ചോ. ആക്ഷൻ. ഇവിടെ പാട്ടൊക്കെ നല്ല പാട്ടൊക്കെ പോയി. എല്ലാരും ഫുള്ള് വൈബിങ്ങിലാണ് ഗായ്സ്. വാനിലയാണ് ഗൈസ് മേടിച്ചത്. മോശം പക്ഷെ നല്ലതാണ്. എന്തായാലും മേടിച്ചല്ലേ, കഴിക്കണം അല്ലേ? എല്ലാവർക്കും വാനിലാണ് കേട്ടോ. പൊട്ടിച്ചു. ഇതിൽ ഏറ്റവും വലിയ വിറ്റ് എന്താ അറിയോ? നോക്കി, ഇതങ്ങോട്ട് ഫുള്ളായിട്ട് പൊട്ടിക്കും അറിയാം. നോക്കി, ഇനി ഇവിടെയൊക്കെ നാളെ വന്നാ ഇവിടെ അടിക്കട്ടെ. ഇവിടെയൊക്കെ അപ്പൊ ഗൈസ്, നമ്മ വൈൻഡപ്പ് ചെയ്യാൻ പോണം. അപ്പൊ എല്ലാരും പോയട്ടോ തിരിച്ചിട്ട്. നമുക്ക് കസിൻസ് അത്രേ ഉള്ളൂ. അപ്പൊ ഹോപ്പ് യു ഗൈസ് ലവ് ഇറ്റ്. ഗൈസ്, ഞാൻ ഫിയാന അവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ റെഡിയാക്കിയതാണ്. കണ്ണ് മാത്രം ഫീ എഴുതിയിട്ട. കണ്ണ് എനിക്ക് എഴുതാൻ അറിയാത്തതുകൊണ്ട് കണ്ണ് മാത്രം ഫീ എഴുതി. ബാക്കി എല്ലാം ഞാൻ മുടിയൊക്കെ ഞാനാ കെട്ടിക്കൊടുത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങൾക്ക് എന്തായാലും മുകളിലോട്ട് പോവാം. മുകളിലാട്ട ഫിയ. നമുക്കപ്പൊ ഫിയാന നോക്കാം. നോക്ക്. ഇഷ്ടപ്പെട്ട മേക്കപ്പ് ചെയ്തത്? എനിക്കിത് എന്റെ കൂതറായതാ. അയ്യോ, കുട്ടി വിക്രം
കണ്ണു നീറണ്ട. ഗൈസൊക്കെ പറയും, നമ്മുടെ കൂട്ടുകാര് പറയും ബേബിക്ക് ജാടയാന്ന്. ആണാ? ആ അന്നാ ചിരിക്ക്. യോഗ എനിക്ക് ഒന്നും കൂടി കാണിച്ചേ. പോട്ടെ പോട്ടെ, മിഠായി മേടിച്ചരാ, മിഠായി മേടിച്ചരാ. യോഗ എനിക്ക്, യോഗ എനിക്ക് ശരിക്ക് കണ്ണ് തൊക്കാൻ പറ്റും. തന്തോട്ടം കൊണ്ട് ബേബി ഓൺ ഫയർ. ബേബി ഓൺ ഫയറോ? ഇതാണ് എന്റെ ബേബി. മോളുടെ കെട്ടിയവിടെ ബേബി ഉറങ്ങിട്ടോ. ഒരു വിധത്തിൽ ബേബിനെ ഉറക്കി. ഇവർ രണ്ടുപേരും ഉറക്കിയത്. ഞാൻ അടിയിൽ പാത്രം കഴുകണമായിരുന്നു. ഭയങ്കര തിരക്കായി പോയി. എന്ത് ചെയ്യാനോ? ഞാൻ വെറുതെ പറഞ്ഞു, ഞാൻ പാത്രം കഴുകുന്നായിരുന്നില്ല. ഞങ്ങള് ബേബിനെ ഓർത്തിട്ട് വായ തുള്ളിയൊക്കെ കുത്തിക്കിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ബേബിനെ എന്തായാലും നോക്കാം. ബേബിനെ നമുക്കൊന്ന് നോക്കാട്ടെ ഗൈസ്. ബേബിക്ക് ഭയങ്കര നീളം കൂടിപ്പോയി. എന്ത് ചെയ്യാനാ? പാവം ബേബി. ബേബി ഉറങ്ങി പതുക്കെ കിടക്കാം. ബേബിക്ക് കുറച്ച് നീളം കൂടിപ്പോയി. ബേബിന് മൂത്രം ഇപ്പിച്ചിരുന്ന ബേബി വെട്ടിക്കിടന്ന് കൊള്ളു. പോത്തെ ബേബി. ബേബിയുടെ കുഞ്ഞാവ് എവിടെ? അതായത് വഴക്കാണ് ബേബി. അന്നാ ബേബിയുടെ കുഞ്ഞാവ എന്ത് ചെയ്യാൻ കൊടുക്കാൻ നീ എടുത്തടിയാ? അതിന് കളഞ്ഞോട്ടാ. കരിങ്കാളിയല്ലേ? ആ ബേബിനെ ഇടിച്ച് പരുത്തിക്കോ. പുതിയ പാപ വെക്കോ തന്നെ ഉപ്പാണ്ട് പോയി തന്നെ പോതി. നിന്റെ ഉപ്പ ചിക്കൻ ഉപ്പ തന്നെ. അമ്മ ആരാ? നിനക്ക് എന്റെ അമ്മ തന്നത്. നിന്റെ അമ്മ മറ്റേ നിന്റെ അമ്മ എന്റെ അമ്മല്ല. ബേബി ഉറങ്ങാൻ പോടെ? അല്ല ബേബി ഡാൻസ് കളിക്കണം. ഏത് പാട്ടിലാ ഡാൻസ് കളിക്കണ? ഏത് പാട്ട്? ഒച്ചപ്പാട്.
എന്നെയും കൂടെ പുതപ്പിക്കുന്ന നല്ല തടുപ്പ്. നിന്റെ അമ്മ മരിച്ചു പോയി. ഇനി ഞാൻ മിണ്ടാതിരി. മതി മതി, അടിയിട്ടു. വേണ്ട, അയച്ച പോലീസ് അടിക്കും. മതി ഗൈസ്, ഇത്രയുള്ളൂ. ടാറ്റ.